യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ദിവസം ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഓരോരുത്തരെയും വളരെ പ്രത്യേകമായി ഓർക്കുകയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചില വ്യക്തികളെങ്കിലും ചില പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോവുമായിരിക്കും. ചില വേദനയിലൂടെയും ചില ഒറ്റപ്പെടലിലൂടെയും ചില നിരാശയിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ഇന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരുണ്ടാവും. നിങ്ങളെല്ലാവരെയും ദൈവസന്നദ്ധിയിൽ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഞായറാഴ്ച ദിവസം ലോകം മുഴുവൻ അർപ്പിക്കുവാൻ പോകുന്ന, അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയോടും ചേർത്ത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെയും, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വിസയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. വിസ പ്രതിസന്ധികൾ, മറ്റു രാജ്യങ്ങളിലാണ് PR കിട്ടിയിട്ടില്ല, നല്ലൊരു ജോലി ശരിയായിട്ടില്ല, ഇത്രയും പണം മുടക്കി വന്നതാണ്, തിരിച്ചു പോരേണ്ടി വരുമോ എന്നറിയില്ല, ഇങ്ങനെയൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ വചനത്തിലൂടെ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ദിവസം അനുഗ്രഹമാകാൻ ഈ വചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവവും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്, സ്വീകരിക്കുന്നവരുമാണ്. ഈ വചനം ശ്രദ്ധിച്ചോ? ദൈവത്തിൻ്റെ വചനം പറയുവാണ്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുന്നു. ഇനി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഏതെല്ലാം നന്മകൾ അനുഭവിക്കാൻ കഴിയും? 18-ാമത്തെ വാക്യം. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കില്ലേ? സന്തോഷം നൽകണമേ, സമാധാനം നൽകണമേ, ഐശ്വര്യം നൽകണമേ. ഇതെല്ലാം ദൈവസന്നിധിയിലുള്ള കാര്യമാണ്. ഇത് ദൈവമക്കൾ അവകാശമാക്കാനിടയാകണം. അതിനുവേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാകട്ടെ, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നവരാകട്ടെ. 18-ാമത്തെ വാക്യം. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനം. കണ്ടോ? നിലനിൽക്കുന്ന ഐശ്വര്യം, നിലനിൽക്കുന്ന ധനം. കുറച്ചു നാൾ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല, കുറച്ചു നാളത്തേക്ക് മാത്രമുള്ള ഒന്നല്ല. ദൈവം നൽകുന്ന സമ്പത്താണോ, ദൈവം നൽകുന്ന ഐശ്വര്യമാണോ, അത് നിലനിൽക്കും. അത് നിലനിൽക്കുന്ന വിധത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറും. സമ്പത്തും
ബഹുമാനവും നിലനിൽക്കുന്ന ധനവും നിലനിൽക്കുന്ന ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്, ദൈവസന്നിധിയിലുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ച കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഇതെല്ലാം അങ്ങയുടെ സന്നിധിയിലുണ്ടെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ നന്മകളെ ഒരുക്കി തരണമേ. ഞങ്ങളുടെ മക്കളിൽ ഇതൊരുക്കി തരണമേ. ഞങ്ങളുടെ തലമുറകളിൽ ഇതൊരുക്കി തരണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ നന്മകളെ, ഈ അനുഗ്രഹങ്ങളെ ഒരുക്കി തരണമേ. 21-ാമത്തെ വാക്യം, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കും. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഈ പ്രാർത്ഥനകൾ നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലനമാകട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ജീവന് കാരണമാകട്ടെ, പുതിയൊരു ബോധ്യത്തിന് കാരണമാകട്ടെ. പ്രിയപ്പെട്ടവരെ, പലരും ചിന്തിക്കുന്നു, പലരും ചോദിക്കുന്നു, പലരും വിമർശിക്കുന്നുണ്ട്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ എല്ലാ ദിവസവും വചനം കേൾക്കുന്നത്? എന്തിനാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം കിട്ടിയത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം, ചിന്തിക്കുന്നവരുണ്ടാകാം, വിഷമിക്കുന്നവരുണ്ടാകാം, വിമർശിക്കുന്നവരുണ്ടാകാം. എന്നാൽ നമ്മളിന്ന് ദൈവവചനത്തിലൂടെ ഒരു വലിയ സത്യമാണ് മനസ്സിലാക്കിയത്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കും, അവരുടെ ഭണ്ഡാരം നിറയ്ക്കും. നിലനിൽക്കുന്ന സമ്പത്തും നിലനിൽക്കുന്ന ബഹുമാനവും ഐശ്വര്യവും നൽകി ദൈവം അനുഗ്രഹിക്കും. എല്ലാവരെയും അല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവരെ, ദൈവവചനത്തെ സ്നേഹിക്കുന്നവരെ. നമ്മുടെ കുടുംബത്തിലെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാകട്ടെ. നമ്മുടെ മക്കൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാകട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദൈവത്തെ സ്നേഹിക്കുന്നവരാകട്ടെ. ഓരോ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ശുശ്രൂഷക്കാർ ദൈവത്തെയും ദൈവ ശുശ്രൂഷകളെയും സ്നേഹിക്കുന്നവരാകട്ടെ. അവരുടെ ഭണ്ഡാരം നിറയ്ക്കും. സമ്പത്തും നിലനിൽക്കുന്ന ഐശ്വര്യം അവരുടെ ജീവിതത്തിൽ നിറയും. അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു നിറയ്ക്കും. വലിയൊരു വാഗ്ദത്ത വചനമാണ് നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നീ വചനം പറയുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാണ്. പരസ്പരം ആരൊക്കെയോ പ്രാർത്ഥിക്കാനുള്ളതല്ലേ നമ്മളൊക്കെ തകർന്നു പോകാത്തതിൻ്റെ ഒരു കാരണം. നമ്മളൊക്കെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കാരണം പരസ്പരം ആരുടെയൊക്കെയോ നല്ല ചില പ്രാർത്ഥനകൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ തുടക്കം മുതൽ ഇന്നുവരെ വചനം കേട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം, കുടുംബം, ജീവിതം, സാഹചര്യം, വിദ്യാഭ്യാസം, എല്ലാ കാര്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ഈ വചനത്തിലൂടെ ലോകം മുഴുവൻ അർപ്പിക്കുവാൻ പോകുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ഞായറാഴ്ച ദിവസം കർത്താവെ, ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല ദിവസം, നല്ല ആഴ്ചകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സന്തോഷമുള്ളൊരു ജീവിതം കൊടുക്കണമേ. പലപ്പോഴും മനപ്രയാസവും ദുഃഖവും ഞങ്ങളെ അലട്ടുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ വാടി വീണു പോകാറുണ്ട്. ഞങ്ങളെ സഹായിക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, നഷ്ടങ്ങൾ, എല്ലാത്തരം ചതി, വഞ്ചന എന്നിവയിൽ നിന്നെല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി കൊടുക്കണമേ. അവർ നല്ല പ്രായത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താനിടയാകണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ
നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. ഒന്നിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരാഴ്ചയായിരിക്കട്ടെ. നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനിടയാകട്ടെ. ദൈവാനുഗ്രഹമുള്ള നല്ല കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. നല്ല ഭവനത്തിൽ താമസിക്കാനും, നല്ല ഭക്ഷണം കഴിക്കാനും, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാനും, സന്തോഷത്തോടെ ആയിരിക്കാനും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എല്ലാ അർത്ഥത്തിലും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നാളെ തിങ്കളാഴ്ച ദിവസം ഒരുമിച്ച് കാണണം. 5:30 തന്നെ നമുക്ക് ദൈവവചനം കേൾക്കണം. ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കണം. അതൊരനുഗ്രഹമാണ്. അതൊരനുഗ്രഹമായിട്ട് മാറും. അതൊരനുഗ്രഹമായി വെളിപ്പെടും. 5:30 നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ആമേൻ.